വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിയമസഭയിൽ നിന്ന് തന്നെയാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി ഇന്നും നിയമസഭ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. 11 മണിക്ക് കാര്യോപദേശക സമിതി യോഗം ചേരും. ചോദ്യോത്തര വേളയ്ക്കിടെ പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പരാതികളിൽ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ഈ സഭയിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല, ഒരു ചർച്ചയും നടന്നിട്ടില്ല. മാത്രമല്ല, ഈ നിയമസഭയിലിരിക്കുന്ന 7 MLA-മാർക്കെതിരായി 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന 2 വനിതാ MLA-മാർക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരായി കള്ളക്കേസെടുത്തിരിക്കുകയാണ്. സാർ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സഭാ നടപടികളുമായി സഹകരിച്ചു പോകാനുള്ള ഒരു സാഹചര്യവും ദൗർഭാഗ്യവശാൽ അങ്ങും സർക്കാരും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഇതുമായിട്ട് സഹകരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് അങ്ങേ അറിയിക്കുന്നു. സഭാ നടപടികളുമായി സഹകരിച്ചു പോകണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആഗ്രഹം. പക്ഷേ പ്രതിപക്ഷത്തെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് ഈ സഭാ നടപടികളിൽ നിന്നുള്ള ചർച്ചകളിൽ നിന്ന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തുന്നത് എന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. സാർ, ഈ സഭയെ മുഴുവൻ അട്ടിമറിക്കുന്ന സഭാ നടപടികളെയും ഇവിടുത്തെ ഡിബേറ്റിനെയും ഇവിടെ നടക്കുന്ന ഡിസ്കോഴ്സുകളെയും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണ്. സാർ, ഒരു കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോലീസിനെ അയച്ച അതേ നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ അതേ ആറ്റിറ്റ്യൂഡാണ് ഈ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ശരത് കെ ശശി ചേരുന്നു. ശരത്, കാര്യോപദേശക സമിതി 11 മണിക്ക് ചേരാനിരിക്കുകയാണ്. എന്നാൽ ഈ കാര്യോപദേശക സമിതി ഇപ്പോൾ UDF ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദി അല്ലെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശരത്, 11 മണിക്ക് ചേരുന്ന കാര്യോപദേശക സമിതി യോഗം ഇപ്പോൾ UDF ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദി അല്ല കാര്യോപദേശക സമിതി എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അൻസല, 11 മണിക്കാണ് കാര്യോപദേശക സമിതി യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ 30-ാം തീയതിയുടെയാണ് സഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ തുടർച്ചയായി പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ കാര്യോപദേശക സമിതി യോഗം ചേർന്ന് സഭ വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലോചനകൾ, തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം ഈ കാര്യോപദേശക സമിതി യോഗം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനം UDF പാർലമെന്ററി പാർട്ടി യോഗം കൈക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷം നിലവിൽ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങൾ, ഈ MLA-മാർക്കെതിരായ കേസ് പിൻവലിക്കുക, അതുപോലെ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ, അവ ചർച്ച ചെയ്യേണ്ടുന്ന വേദിയല്ല കാര്യോപദേശക സമിതി യോഗം. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കാൻ തൽക്കാലം ഇല്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എങ്കിലും കാര്യോപദേശക സമിതി യോഗം നടത്താനാകും. അതുപോലെ തന്നെ ആ കാര്യോപദേശക സമിതിയിൽ ഇനി സഭ വെട്ടിച്ചുരുക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പങ്കാളിത്തമില്ലാതെ തന്നെ അത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യും. ഏതായാലും കാര്യോപദേശക സമിതി യോഗം എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ 9:30-ന് സഭാ നടപടികൾ സ്പീക്കർക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള സാഹചര്യം നമുക്കറിയാം. സഭ ആരംഭിച്ചത് മുതൽ, ചോദ്യോത്തരവേള ആരംഭിച്ചത് മുതൽ തന്നെ പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയവും അതുപോലെ തന്നെ ഈ MLA-മാർക്കെതിരായ കേസും തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് ആധാരമായിരുന്നത്. നടുത്തളത്തിലിറങ്ങി സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചും അതുപോലെ തന്നെ സ്പീക്കർക്കെതിരെ ബാനർ ഉയർത്തിയുമായിരുന്നു പ്രതിഷേധം നടന്നത്. ഈ സാഹചര്യത്തിലാണ് സഭ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള തീരുമാനം ഏതായാലും സ്പീക്കർ കൈക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അനുനയത്തിന്റെ ഭാഗമായി സ്പീക്കർ AN ഷംസീർ പ്രതിപക്ഷ നേതാവുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ സ്പീക്കറോട് ഇനി അനുകൂലമായൊരു നിലപാടെടുക്കേണ്ടുന്ന സാഹചര്യമില്ല എന്ന ഒരു സമീപനത്തിലേക്ക് പ്രതിപക്ഷം പോവുകയായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്പീക്കർ നേരത്തെ ഒരു കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു. ആ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമാകാതെ പിരിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇനി മുഖ്യമന്ത്രി നേരിട്ട് ഒരു ചർച്ചയിലേക്ക് വരട്ടെ, മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറെടുക്കട്ടെ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഒരു സ്റ്റാൻഡ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴൊക്കെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഇതുവരെ. പക്ഷേ അങ്ങനെ ഒരു ആലോചനകൾ ഏതായാലും സർക്കാർ തലത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴും പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളതായിരുന്നു.
ശരത്, അതോടൊപ്പം തന്നെ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായാൽ മാത്രം സമവായം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ ചർച്ചയ്ക്ക് നേരിട്ട് വിളിക്കട്ടെ എന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടായില്ലെങ്കിൽ ഇനിയും സഭ വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രക്ഷുബ്ധമാകുമെന്ന് തന്നെയല്ലേ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്? പ്രതിപക്ഷം വിശദീകരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടത് സർക്കാരാണ്. പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമില്ല. കാരണം പ്രതിപക്ഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമാണ്, സഭയിലെ അവകാശമാണ് അടിയന്തര പ്രമേയ നോട്ടീസ്. അതിലൊരു വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ പ്രതിപക്ഷത്തിന് സഭയിൽ പിന്നെ സംസാരിക്കാൻ വേണ്ടി വേദിയില്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു പിന്നോട്ട് പോക്ക് പ്രതിപക്ഷത്തിന് സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് MLA മാർക്കെതിരായ കേസ് എന്ന് പറയുന്നത് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു ജനപ്രതിനിധികൾ ജനാധിപത്യപരമായി സഭയുടെ അകത്ത് പ്രതിഷേധിച്ചതിന്റെ പേരിൽ അത്രയും ഗുരുതരമായ കേസുകൾ എടുത്തപ്പോൾ ആ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് സർക്കാരാണ്. സർക്കാർ അതിന് തയ്യാറാകണം. മുഖ്യമന്ത്രി തന്നെ അതിന് മുൻകൈ എടുക്കണം എന്നുള്ള ഒരു നിലപാട് അതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ശരത്, അതോടൊപ്പം തന്നെ ഇന്ന് സഭയിൽ മന്ത്രിമാരടക്കം പ്രതിപക്ഷത്തിന് നേരെ വരുന്ന ഒരു രംഗം കണ്ടിട്ടുണ്ടായിരുന്നു. സജി ചെറിയാൻ പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങൾ ശുദ്ധ മര്യാദകേടാണെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ എങ്ങനെ നോക്കിക്കാണാം? മന്ത്രിമാർ സഭയിൽ ചോദ്യോത്തരവേള നടക്കുന്ന ഘട്ടത്തിൽ മന്ത്രിമാർ എല്ലാവരും ആ ഒരു രീതിയിൽ പ്രതിപക്ഷത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നില്ല. ചോദ്യോത്തരവേളയുടെ ഭാഗമായി മറുപടി പറയുമ്പോഴായിരുന്നു ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രതിപക്ഷത്തിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം, ഇപ്പോൾ നടുത്തളത്തിലിറങ്ങി നടത്തുന്ന പ്രതിഷേധം, അത് ശുദ്ധ മര്യാദകേടാണ് എന്നായിരുന്നു സജി ചെറിയാന്റെ പരാമർശം. മറ്റ് മന്ത്രിമാർ മറുപടി നൽകുന്ന ഘട്ടത്തിൽ റോഷി അഗസ്റ്റിനൊക്കെ തന്നെ ഇന്ന് ചോദ്യോത്തരവേളയുടെ ഭാഗമായി മറുപടി നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ അവരുടെ ഭാഗത്തു നിന്നും തന്നെ അത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. സജി ചെറിയാൻ മാത്രമാണ് പ്രതിപക്ഷത്തിനെതിരെ അത്തരമൊരു പരാമർശം നടത്തിയത്. ശരി, വ്യക്തമാണ് ശരത്. നിയമസഭ 3-ാം ദിവസവും പ്രക്ഷുബ്ധമാണ്. 11 മണിക്ക് നടക്കുന്ന കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചോദ്യോത്തര വേളയ്ക്കിടെ പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പരാതികളിൽ നടപടിയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ശരത് കെ ശശിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.